മീഡിയ വൺ ടീ സ്റ്റോപ്പ് ദോഹ റൺ അല്പസമയത്തിനകം ആരംഭിക്കും. 10 കിലോമീറ്റർ പോരാട്ടമാണ് ആദ്യം നടക്കുക. 50-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ദോഹ റണ്ണിൽ ഓടാനെത്തുന്നത്. ഖത്തറിൽ നിന്ന് ഫൈസൽ ഹംസ ചേരുന്നുണ്ട്. ഫൈസൽ, ഈ ടീ സ്റ്റോപ്പ് റൺ എപ്പോഴാണ് ആരംഭിക്കുന്നത്? പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. എത്രത്തോളം ഗംഭീരമായിട്ടുണ്ട്? ധന്യ, മത്സരങ്ങൾ അതായത് 10 കിലോമീറ്റർ റേസോട് കൂടി മീഡിയ വൺ ദോഹ റൺ ടീ സ്റ്റോപ്പ് ദോഹ റണ്ണ് അല്പസമയത്തിനകം തന്നെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമുക്കറിയാം, എനിക്ക് പിന്നിൽ ഇപ്പോൾ ഈ റണ്ണേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള റണ്ണേഴ്സ് അണിനിരന്നു കഴിഞ്ഞു. ആ സ്റ്റാർട്ടിംഗ് ലൈനിൽ അണിനിരന്നു കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം, അതായത് കൃത്യം 7 മണിക്ക് ഖത്തർ സമയം 7 മണിക്ക് തന്നെ നമ്മുടെ റേസ് തുടങ്ങാൻ പോവുകയാണ്. 10 കിലോമീറ്റർ പിന്നാലെ തന്നെ 5 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ, കുട്ടികൾക്കായി 8 മീറ്റർ ഇനങ്ങളിലും ഈ മത്സരമുണ്ട്. കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ തുടങ്ങും. 50-ലേറെ രാജ്യങ്ങളിൽ നിന്നും, അതായത് 6 വൻകരകളിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള റണ്ണേഴ്സ് പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റണ്ണിനെ വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും 600-ലേറെ പങ്കെടുക്കുന്ന റണ്ണിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. ഇപ്പോൾ നമ്മോടൊപ്പം മീഡിയ വൺ GCC ജനറൽ മാനേജർ സവാബ് അലി ചേരുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം ഫ്ലാഗ് ഓഫ് നടക്കുകയാണ്. ഖത്തർ സ്പോർട്സ് ഫെഡറേഷന്റെ CEO മത്സരങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഖത്തറിലുള്ളത്. ഖത്തർ കായിക യുവജന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ 2ാം തവണയാണ് മീഡിയ വൺ ദോഹ റൺ ഒരുക്കുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, കായിക മേഖലയെ ഇത്രയധികം പരിപോഷിപ്പിക്കുന്ന ഒരു രാജ്യം വേറെ തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ആ അർത്ഥത്തിൽ ഖത്തർ മികച്ചു നിൽക്കുന്ന, ഫുട്ബോളിൽ മാത്രമല്ല എല്ലാ കായിക ഇനങ്ങളിലും മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിലൊരു രാജ്യത്ത് അവിടുത്തെ കായിക മന്ത്രാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിൽ വിപുലമായ ഒരു റൺ നടത്താൻ സാധിക്കുന്നു എന്നത് അഭിമാനകരമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, 600 പേർ പങ്കെടുക്കുന്ന ഈ ദോഹ റൺ 500 പേര് പരിമിതപ്പെടുത്തേണ്ട, എന്നാൽ ആവശ്യങ്ങൾ കൂടുതൽ വന്നപ്പോൾ ആളുകളെ കൂടുതൽ ഉൾക്കൊള്ളിക്കാനായി അതിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും 600-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഈ ദോഹ റണ്ണിൽ 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് മീഡിയ വണ്ണിനെ കൂടുതൽ അഭിമാനത്തിന് പ്രേരിപ്പിക്കുന്നത്. മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വരുന്ന ഒരു ചാനൽ, ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന GCCയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു ചാനൽ, അത് 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു ദോഹ റൺ സംഘടിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമ്മളത് 500 ആയിരുന്നു നമുക്ക് ആദ്യം അനുവദിക്കപ്പെട്ടിരുന്നത്. ഇതര രാജ്യക്കാർ, ഈവൻ ഖത്തറി ആളുകളിൽ നിന്നുള്ള ഒരു വളരെ വലിയ ഒരു ആവശ്യപ്രകാരമാണ് നമ്മൾ അവസാനം കൂടുതൽ റണ്ണേഴ്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. അത് തന്നെയാണ്. കാരണം അതിന്റെ ഒരു സ്വീകാര്യത, ഇവിടുത്തെ ആളുകൾ എത്രത്തോളം ആ സ്പോർട്സിനെ ഏറ്റെടുക്കുന്നു, എത്രത്തോളം കായിക രംഗത്ത് മികച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കൂടുതൽ പങ്കാളിത്തം, ഇപ്പോഴും പങ്കാളിത്തത്തിന് വേണ്ടി ആളുകൾ വരികയാണ്. പക്ഷേ അതിന്റെ സന്നാഹങ്ങൾ ഒരുക്കുന്നതിനുള്ള പരിമിതി കൊണ്ടാണ് നമ്മൾ 600-ലേക്ക് ഒതുക്കേണ്ടി വന്നത്. എന്തായാലും വളരെ വിപുലമായി തന്നെ ഏറ്റവും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പോൾ ഉടനെ തന്നെ അത് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മീഡിയ വൺ ഉള്ളത്. തീർച്ചയായും അതാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ റണ്ണ് തുടങ്ങാനുള്ളത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 കിലോമീറ്റർ മത്സരത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. 10 കിലോമീറ്റർ പുരുഷ വനിതാ വിഭാഗങ്ങളിലൂടെ മാത്രമല്ല, 40 വയസ്സിന് മുകളിലുള്ളവർക്ക് 10K, അതായത് അതിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിലാണ് അവർ മത്സരിക്കേണ്ടത്. മറ്റ് ഇനങ്ങളിൽ 5 കിലോമീറ്റർ വിഭാഗം, ഈ 10 കിലോമീറ്റർ മത്സരത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ 5 കിലോമീറ്റർ ഇവന്റ് നടക്കുകയാണ്. അതിനുശേഷം ഏറ്റവും അവസാനം നടക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരമാണ്. അത് 800 മീറ്റർ ആണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഇതാണ് മീഡിയ വൺ ദോഹ റണ്ണിൽ. നമുക്കറിയാം, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന, ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും ഇലക്ട്രോണിക് വിപ്പ്, എനിക്ക് ഇപ്പോൾ നമുക്കറിയാം എന്റെ ജേഴ്സിയിൽ ഞാൻ കുത്തിവെച്ചതുപോലെ ഇലക്ട്രോണിക് വിപ്പ് ഉണ്ട്. ഈ ഇലക്ട്രോണിക് വിപ്പ് വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായി ഓരോരുത്തരും എത്ര മിനിറ്റിലാണ് ഫിനിഷ് ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും മീഡിയ വൺ പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത ഒരു മെഡൽ സമ്മാനിക്കുന്നുണ്ട്. മാത്രമല്ല, ഫിനിഷ് ചെയ്യുന്നവർക്ക് 1, 2, 3 സ്ഥാനക്കാർക്ക് പ്രത്യേക മെഡലുകൾ വേറെയും നൽകുന്നുണ്ട്. എന്തായാലും വലിയ ആവേശത്തോടെയാണ് ഖത്തറിലെ കായിക പ്രേമികൾ ഈ ഒരു റണ്ണിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ധന്യ.